2023 ഫെബ്രുവരി 21 ഹോങ്കോങ്ങിലെ പ്രശസ്ത മോഡലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായ എബി ചോയ് തൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വിളിക്കാനായി പോകുന്നു. പക്ഷേ കുട്ടികളെ ഇതുവരെ ആരും വിളിക്കാൻ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് എബിയുടെ ബോയ്ഫ്രണ്ട് ക്രിസ് ടാമിന് കോൾ വന്നപ്പോഴാണ് എബി മിസ്സിംഗ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത്. അവളെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതാകാമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ അവളെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് പിന്നീട് കണ്ടെത്തുന്നത്. എന്താണ് എബി ചോയ്ക്ക് സംഭവിച്ചത്? ആരാണ് അവളെ കൊന്നത്? വെൽക്കം ടു ക്രൈം ഫോളിയോ. 1994 ജൂലൈ 15 എബി ചോയ് ജനിച്ചത്. എബിയുടെ പാരൻസ് വിവാഹമോചിതരായിരുന്നു. അവളുടെ അമ്മ ച്യുങ് ഇൻ ഫ സോയി ചോസാനെ എന്ന വ്യക്തിയെ വിവാഹം ചെയ്യുന്നു. ചൈനയിൽ നിർമ്മാണ ഖനന ബിസിനസ്സുകൾ ചെയ്ത് അവർ ധാരാളം പണം സമ്പാദിക്കുന്നു. എങ്കിലും എബിക്ക് സ്വന്തമായി പണമുണ്ടാക്കി ജീവിക്കണം എന്നായിരുന്നു ആഗ്രഹം. അതിനായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി ആയിരുന്നു എബി ചോയ് തൻ്റെ കരിയർ ആരംഭിച്ചത്. അവളുടെ ആഗ്രഹം അറിയപ്പെടുന്ന ഒരു മോഡലാകുക എന്നതായിരുന്നു. 2022 വരെ അധികം ഫേമസ് ആയിരുന്നില്ല അവർ. എന്നിരുന്നാലും പാരീസ് ഫാഷൻ വീക്കുകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു അവർ. ഹാർപ്പേഴ്സ് ബസാർ, വോഗ് തുടങ്ങി നിരവധി മാസികകളിൽ അവർ പ്രത്യക്ഷപ്പെട്ടു. 1,00,000-ലധികം ഫോളോവേഴ്സ് അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് 2 ആഴ്ച മുൻപ് ഫാഷൻ ആഡംബര ജീവിതശൈലി മാസികയായ എൽ ഒഫീഷ്യൽ മൊണോക്കോയുടെ കവർ പേജിൽ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് അവൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. എബി ചോയ് അവൾക്ക് 18 വയസ്സുള്ളപ്പോൾ അലക്സ് ക്വാങ് എന്നയാളെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. അവർക്ക് 2 മക്കളും ഉണ്ടാകുന്നു. അവൾ തൻ്റെ പാഷനായിട്ടുള്ള മോഡലിംഗ് കരിയറിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ധാരാളം പണം സമ്പാദിക്കാനും തുടങ്ങി. ഹോങ്കോങ്ങിലെ സമ്പന്നർ മാത്രം താമസിക്കുന്ന കഠോരിയ അവന്യൂവിൽ $10 മില്യൺ വിലയുള്ള ആഡംബര വീട് അവൾ സ്വന്തമാക്കുന്നു. പക്ഷേ അവൾ അത് അവളുടെ പേരിലായിരുന്നില്ല വാങ്ങിയത്. അവളുടെ ഫാദർ ഇൻ ലോ ആയ ക്വാങ് കൗവിൻ്റെ പേരിലായിരുന്നു ആ വീട് വാങ്ങിച്ചത്. കാരണം ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്പന്നരായിരുന്നില്ല എങ്കിലും അവരെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവർക്ക് തിരിച്ചും. അങ്ങനെ സന്തോഷകരമായൊരു കുടുംബജീവിതമാണ് അവർ നയിച്ചിരുന്നതെങ്കിലും അവരുടെ ഭർത്താവായ അലക്സിന് അവളോട് ഈഗോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് എബി ചോയ് തന്നേക്കാൾ കൂടുതൽ പണം സമ്പാദിക്കുന്നു എന്നതായിരുന്നു അയാളുടെ പ്രശ്നം. പെട്ടെന്ന് പണം സമ്പാദിക്കാൻ വേണ്ടി അയാൾ തെറ്റായ മാർഗങ്ങളിലൂടെ പൈസ സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. ഗോൾഡ് സ്മഗ്ലിങ്ങിന് നിരവധി കേസുകൾ അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നു. അലക്സ് അയാൾക്ക് എബിയോടുള്ള ഈഗോ കാരണം സ്ഥിരമായി അവളുമായി വഴക്കുകൂടാൻ തുടങ്ങുകയും എബിക്ക് അവളുടെ കരിയറിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റാതാവുകയും ചെയ്യുന്നു. അങ്ങനെ 4 വർഷത്തെ വിവാഹ ജീവിതം അവൾ അവസാനിപ്പിക്കാനായി തീരുമാനിച്ചു. ഡിവോഴ്സ് ആയെങ്കിലും ഭർത്തൃ വീട്ടുകാരുടെ മുഴുവൻ ചിലവും അവൾ തന്നെയാണ് നോക്കിയിരുന്നത്. ഭർത്തൃ വീട്ടിലായിരുന്നു അവളുടെ 2 കുട്ടികളും താമസിച്ചിരുന്നത്. കുറേ നാളുകൾ അവൾ തനിയായിരുന്നു ജീവിച്ചത്. അതിനുശേഷം അവൾക്ക് ഒരു സുഹൃത്തിനെ കിട്ടുന്നു. റെസ്റ്റോറൻറ്റ് ശൃംഖലയായ തൻഷെ യുനാൻ മെക്സിയൻ സ്ഥാപകരിൽ ഒരാളായ ടാം ചു ക്വാനിൻ്റെ മകൻ ക്രിസ് ടാം. അയാളുമായി അവൾ താമസിയാതെ തന്നെ പ്രണയത്തിലാവുകയും അയാളോടൊത്ത് താമസിക്കുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. വൈകാതെ തന്നെ അവർക്ക് 2 കുട്ടികൾ ജനിക്കുന്നു. എബിയുടെ മുൻ ഭർത്താവിൽ നിന്നുള്ള 2 മക്കളെയും ക്രിസ് അയാളുടെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് നോക്കിയിരുന്നത്. അവളുടെ ജീവിതം വളരെയധികം സന്തോഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് തൻ്റെ എക്സ് ഹസ്ബൻഡ് അലക്സും കുടുംബവും തൻ്റെ മക്കൾക്ക് അനുഭവിക്കേണ്ട സ്വത്തുക്കളും പൈസയും ആഡംബര ജീവിതത്തിനായി ഉപയോഗിച്ച് ചെലവാക്കി നശിപ്പിക്കുകയാണ് എന്ന് എബിക്ക് മനസ്സിലാകുന്നത്. അതേ തുടർന്ന് എബി കഡോരിയിലെ വീട്ടിലെത്തുകയും വീട് വിൽക്കാൻ തീരുമാനിച്ച വിവരം മുൻ ഭർത്തൃപിതാവായ ക്വാങ് കവിനെ അറിയിക്കുകയും ചെയ്യുന്നു. ആഡംബര ജീവിതവുമായി പൊരുത്തപ്പെട്ട ക്വാങ് കുടുംബത്തിന് തങ്ങളുടെ ആഡംബര ജീവിതമൊക്കെ അവസാനിക്കാൻ പോവുകയാണെന്ന കാര്യം മനസ്സിലായപ്പോൾ അവർക്ക് എബിയോട് നല്ല ദേഷ്യം തോന്നുന്നു. പ്രത്യേകിച്ചും എബിയുടെ മുൻ ഭർത്താവിൻ്റെ പിതാവായ ക്വാങ് കവിന്. അയാൾ പോലീസിൽ നിന്ന് വോളണ്ടിയറി റിട്ടയർമെൻറ്റ് എടുക്കേണ്ടി വന്നയാളാണ്. കാരണം അയാൾ പോലീസിലായിരുന്നപ്പോൾ പരാതി കൊടുക്കുവാൻ വന്ന ഒരു സ്ത്രീയെ
അന്വേഷണത്തിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലും വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതായിരുന്നു വോളണ്ടറി റിട്ടയർമെൻ്റ് എടുക്കാനുള്ള കാരണം. എബി ചോയ് ആ വീട് വാങ്ങിയത് ക്വാങ് കൗവിൻ്റെ പേരിലായതുകൊണ്ടാണ് അവൾക്കത് വിൽക്കാൻ അയാളുടെ സമ്മതം ആവശ്യമായി വന്നതും അത്രത്തോളം അവൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നതും. എബിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മാത്രമേ ആ വീട്ടിൽ ഇനിയും ആഡംബര ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ക്വാങ് കുടുംബം ചിന്തിക്കുന്നു. അതിനായി എബിയെ കൊല്ലാമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ സത്യത്തിൽ എബിയുടെ മനസ്സിലുണ്ടായിരുന്നത് കഡൂരിയിലെ വീട് വിറ്റ് മക്കളുടെ പേരിൽ അത് ഡിപ്പോസിറ്റായി നിക്ഷേപിക്കുകയും അതിനുശേഷം എക്സ് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക് ചിലവ് കുറഞ്ഞതും ഇത്രയും ആഡംബരമില്ലാത്തതുമായൊരു വീടെടുത്ത് നൽകാം എന്നതായിരുന്നു. അവളുടെ ഭർത്താവിൻ്റെ സഹോദരനായ ആൻ്റണി ക്വാങ്ങിനോടും അവൾക്ക് നല്ല സൗഹൃദമുണ്ടായിരുന്നു. അതിനാൽ ഡിവോഴ്സ് ആയതിനു ശേഷവും അയാളെ അവളുടെ ഡ്രൈവറായി നിയമിക്കുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം അവൾ കൊടുക്കുകയും ചെയ്തിരുന്നു. എബി ചോയ് അവളുടെ ബോയ്ഫ്രണ്ട് ക്രിസ് ടാമിനെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവൾ മരിക്കുകയാണെങ്കിൽ അവളുടെ എല്ലാ സ്വത്തുക്കളും തങ്ങൾക്ക് തന്നെ ലഭിക്കും എന്ന് ക്വാങ് കുടുംബം വിശ്വസിച്ചു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ കൊല്ലാനാണ് അവർ തീരുമാനിച്ചത്. അതിനുവേണ്ടി അവരൊരു പ്ലാൻ തയ്യാറാക്കുന്നു. ക്വാങ് കൗ ആയിരുന്നു ആ ഒരു പ്ലാനിൻ്റെ മാസ്റ്റർ മൈൻഡ്. പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒറ്റപ്പെട്ട പ്രദേശത്ത് ക്വാങ് ഫാമിലി ഒരു വീട് റെൻറ്റിനെടുക്കുന്നു. അങ്ങനെ അവളെ ഒറ്റയ്ക്ക് കിട്ടാനായി അവർ ദിവസം കാത്തിരുന്നു. അങ്ങനെ 2023 ഫെബ്രുവരി 20 അവൾ തിരക്കുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. തൊട്ടടുത്ത ദിവസം അവൾ കുട്ടികളെ പിക്ക് ചെയ്യാൻ പോകുമെന്നുള്ള വിവരം ആൻ്റണി ക്വാങ് ഫാമിലിയെ അറിയിച്ചു. 2023 ഫെബ്രുവരി 21 കുട്ടികളെ വിളിക്കാനായി അവൾ ഇറങ്ങുന്നു. ആൻ്റണിയായിരുന്നു ഡ്രൈവർ. അയാൾ ഈ വിവരം അലക്സിന് കൈമാറുന്നു. യാത്രാമധ്യേ ഒരു ടണലിനുള്ളിൽ കാർ നിർത്തുന്നു. കാറ് നിർത്തിയത് എന്തിനാണെന്ന് എബി ചോദിക്കും മുമ്പ് നേരത്തെ അവിടെ കാത്തു നിന്നിരുന്ന അലക്സ് വണ്ടിയിലേക്ക് കയറുന്നു. അലക്സ് പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറിയത് കണ്ട് അവൾ വല്ലാതെ പേടിച്ചു പോകുന്നു. അലക്സ് ആവട്ടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവളോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവസാനം കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് ശക്തമായി അവളുടെ തലക്കടിക്കുന്നു. ആ അടിയുടെ ആഘാതത്തിൽ തന്നെ അവൾ മരിക്കുന്നു. അങ്ങനെ അവർ നേരത്തെ തീരുമാനിച്ച പ്രകാരം റെൻറ്റിനെടുത്ത വീട്ടിലേക്ക് അവളുടെ ബോഡിയുമായി പോകുന്നു. ഇതേ സമയം ഇതൊന്നും അറിയാതെ പോലീസ് അവളെ തിരയാൻ തുടങ്ങി. അവൾ മിസ്സിംഗ് ആയി 3 ദിവസത്തിന് ശേഷം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് സ്കൂളിലേക്ക് പോകേണ്ട വഴിയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലേക്ക് വാഹനം തിരിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കുന്നു. അതുപോലെ വേറൊരു CCTV ദൃശ്യത്തിൽ നിന്നും ആൻ്റണിയാണ് കാർ ഓടിച്ചത് എന്നും വ്യക്തമാവുന്നു. CCTV ദൃശ്യത്തിൽ നിന്നും മിസ്സിംഗ് ആവുന്ന സമയത്ത് അവളൊരു വൈറ്റ് പാൻറ്റും വൈറ്റ് ഷർട്ടും അതുപോലെ വൈറ്റ് ഷൂസുമാണ് ധരിച്ചിരുന്നതെന്ന് മനസ്സിലാവുന്നു. അതുപോലെ അവളുടെ കയ്യിൽ ലൈറ്റ് പർപ്പിൾ കളറിലുള്ളൊരു ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നു എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ക്വാങ് ഫാമിലിയാണ് ഇതിനെല്ലാം കാരണമെന്ന് മനസ്സിലായ പോലീസ് അവരെ അന്വേഷിക്കാൻ തുടങ്ങി. കഡൂരിയിലെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ആരുമില്ല എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. അതിനുശേഷം അന്വേഷണം ഊർജിതമാക്കിയപ്പോഴാണ് ഒരു പ്രാന്തപ്രദേശത്ത് റെൻറ്റിനൊരു ഹൗസ് ക്വാങ് ഫാമിലി എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. തീർച്ചയായും എബി ചോയ് അവിടെ ഉണ്ടാകുമെന്ന് കരുതി പോലീസ് അവിടേക്ക് പോകുന്നു. പോലീസ് ആ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ ആ വീട്ടിലൊരു ഫർണിച്ചർ പോലും ഉണ്ടായിരുന്നില്ല. അതായത് എന്തോ പ്ലാൻ ചെയ്ത് ചെയ്യാൻ വേണ്ടി മാത്രം റെൻറ്റിനെടുത്ത പോലെയായിരുന്നു ആ വീടുണ്ടായിരുന്നത്. ആ വീടിൻ്റെ ഡോർ തുറന്നപ്പോൾ ചോരയുടെ രൂക്ഷമായ ഗന്ധമാണ് പോലീസിന് അനുഭവപ്പെട്ടത്. ആ വീടിൻ്റെ ജനാലയും അതുപോലെ കതകുകളുമെല്ലാം കറുത്ത സ്റ്റിക്കർ കൊണ്ട് മറച്ചിരുന്നു. വിദഗ്ധമായ പരിശോധനയിൽ മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്നും കണ്ടത്. അടുക്കളയിൽ ഒരു വലിയ പാത്രത്തിൽ അവളുടെ തല ഉപയോഗിച്ച് സൂപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മനുഷ്യ കലകൾ ഉപയോഗിച്ച് പായസം പോലെയുള്ള എന്തോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിലെ മാംസം മുറിച്ചെടുത്ത് ഫ്രിഡ്ജിൽ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വാരിയല്ലുകളും മറ്റും പാത്രങ്ങളിൽ നിറച്ചു വെച്ചിരിക്കുന്നത് പോലീസ് കണ്ടെത്തുന്നു. അതുപോലെ സൂക്ഷ്മമായ പരിശോധനയിലാണ് അവിടെ ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തിയും ഇറച്ചി നുറുക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുമൊക്കെ കാണുന്നത്. കുട്ടികളെ വിളിക്കാൻ പോകുന്ന സമയത്ത് അവൾ ഉപയോഗിച്ചിരുന്ന ബാഗും എല്ലാം പോലീസ് അവിടെ നിന്നും കണ്ടെടുക്കുന്നു. ഇതെല്ലാം കണ്ടെടുത്ത് 3-ാം ദിവസം ക്വാങ് ഫാമിലിയെ കണ്ടെത്തി പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് സ്വപ്നങ്ങളുള്ള, എല്ലാവരെയും സഹായിക്കണമെന്ന ചിന്തയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എബി. അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ താവോയിസ്റ്റ് ആചാരങ്ങൾ നടത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി. ചോയിയുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു.
പണം, സ്വത്തുവകകൾ എന്നിവയോടുള്ള അത്യാർത്തി ഒരു മനുഷ്യനെ എത്രമാത്രം ക്രൂരരാക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് എബി ചോയി കേസ്. മാതാവ് എന്ന നിലയിലും മോഡൽ എന്ന നിലയിലും എബി ഒരു പ്രതീകമായിരുന്നു. കുറച്ച് മനുഷ്യരുടെ അത്യാർത്തി കാരണം അവളുടെ ജീവിതം തന്നെ ഇല്ലാതായി.